ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ദേ ഈ പിള്ളേർ കഴിക്കുന്ന മന്തി കണ്ടോ? മന്തി കഴിക്കണ കണ്ടാൽ തോന്നുന്നു ഇവിടെ എന്തോ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആയിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല, അവർ ഭയങ്കര ഹാപ്പിയിലാണ് മന്തി കഴിക്കുന്നത്. വേറൊന്നുമല്ല, എന്നെ തിരിച്ച് പ്രവാസത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എയർപോർട്ടിൽ പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ സാധാരണ ലീവിന് വന്നിട്ട് പോകുമ്പോഴേ അവരെല്ലാവരും എയർപോർട്ടിൽ വരാറുണ്ട് എന്നെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ലീവിനല്ല, കുറച്ച് നാളായിട്ട് നാട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വിസിറ്റ് വിസയിൽ പോയിട്ട് പുതിയൊരു ജോലി കണ്ടുപിടിക്കണം, അതാണ് ലക്ഷ്യം. അപ്പോൾ എന്തായാലും പോകുന്നതിന് മുന്നേ എല്ലാവരും വന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പിയായിട്ട്. പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവർക്ക് ഇന്ന് ഫുൾ ഡേ ഫുഡ് കഴിപ്പ് തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നമ്മളെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് യാത്ര പറച്ചിലാണ്, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എല്ലാ പ്രാവശ്യവും തിരിച്ചു പോകുമ്പോഴത്തേക്കൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കാര്യം പറഞ്ഞിട്ടാണ് പോകാറുള്ളത്. എപ്പോഴും കരച്ചിലായിരിക്കും, ഞാനാണെങ്കിലും വൈഫാണെങ്കിലും ഒക്കെ. ഇപ്രാവശ്യം എന്തായാലും ഹാപ്പി ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് വേറെ കൂടുതലൊന്നും ആലോചിച്ചില്ല. അങ്ങനെ എല്ലാവരോടും ടാറ്റയും ബൈയൊക്കെ പറഞ്ഞു. സിദ്ധപ്പനും ശിവാനിയും അല്ലൂസും ചക്കരയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം വിസിറ്റ് വിസ ആയതുകൊണ്ട് ചെറിയ ഫോർമാലിറ്റീസൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. നേരത്തെ ആണെങ്കിൽ ഞാൻ വിസയിൽ വരുമ്പോഴത്തേക്ക് അത്രത്തോളം ഫോർമാലിറ്റീസ് ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും വിസിറ്റ് വിസ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും നിന്ന് ടാറ്റ പറയുകയാണ്. അല്ലൂസിരുന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നേരെ ഉള്ളിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി അവർക്ക് ടാറ്റ പറഞ്ഞു. ഇനി ഫ്ലൈറ്റിലേക്ക് കയറേണ്ട താമസമാണ്. അങ്ങനെ നേരെ ഗേറ്റിലേക്ക് പോയി. ഗേറ്റിൽ ചെന്ന് അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആകത്തുള്ളൂ. അങ്ങനെ ഫ്ലൈറ്റിനകത്ത് കയറി. ഇനി ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് ഷാർജയിലാണ്. അങ്ങനെ ഷാർജയിൽ എത്തിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് ഷാർജയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു ജോലി കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ബൈ ബൈ.